വിദ്യാർത്ഥിനികളെ VHSC കരിയർ ഗൈഡൻസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമുക്ക് ബോട്ടണിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കാം. മുൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള സെക്ഷുവാലിറ്റി ഇൻ പ്ലാന്റ്സും പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ഇൻ പ്ലാന്റും ഓർക്കുമല്ലോ. In the first part, we will discuss in details about androecium, microsporogenesis and pollen grain. In this part, we are first discussing the definition of a flower and parts of a flower. Formation of a flower is a characteristic feature in angiosperms, that is, flowering plants. പുഷ്പിത സസ്യങ്ങളിലാണ് പുഷ്പങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. Flowers are the morphological and embryological wonders and are the site of sexual reproduction. ബാഹ്യഘടനാപരവും ഭ്രൂണശാസ്ത്രപരവുമായ ലൈംഗിക പ്രത്യുൽപാദന അവയവമാണ് പുഷ്പങ്ങൾ. Several hormonal and structural changes result in differentiation and development of floral primordia. Flower primordia later develop into a flower. ഘടനാപരമായ മാറ്റങ്ങളും ഹോർമോൺ വ്യതിയാനവും പുഷ്പിത സസ്യങ്ങളിൽ പുഷ്പ പ്രൈമോഡിയത്തിൻ്റെ വികാസത്തിലേക്ക് നയിക്കുകയും പുഷ്പ പ്രൈമോഡിയ പൂക്കളായി മാറുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, പാർട്ട് ഓഫ് എ ഫ്ലവർ. എ ടിപ്പിക്കൽ ആൻജിയോസ്പെമിക് ഫ്ലവർ ഹാവ് 4 parts. 4 parts are calyx, corolla, androecium and gynoecium. Outer 2 whorl, calyx and corolla, are called non-essential whorls. The essential whorl of a flower or the reproductive parts of a flower. Androecium and gynoecium are the reproductive part of a flower. They are called essential whorls. കേസരപുടവും ജനിപുടവുമാണ് പുഷ്പങ്ങളിലെ ലൈംഗിക അവയവങ്ങൾ. Male reproductive part is called androecium and it consists of a whorl of stamens. ആൺ ലൈംഗിക അവയവമായ കേസരപുടത്തിൽ കേസരങ്ങൾ കാണുന്നു. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഈസ് കാൾഡ് ഗൈനീഷ്യം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കാർപ്പൽസ്. ജനിപുടമാണ് പൂക്കളിലെ സ്ത്രീ ലൈംഗികാവയവം. ജനിപുടം ജനിയെ ഉൾക്കൊള്ളുന്നു. ചിത്രം നിരീക്ഷിച്ച് ഒരു പുഷ്പ പ്രൈമോഡിയം പുഷ്പമായി മാറുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുക. Let us discuss the male reproductive part of a flower in detail. The stamens അഥവാ കേസരങ്ങൾ. Each stamen have 3 parts. They are filament അഥവാ തന്തുകം, connective and anther അഥവാ പരാഗി. Long slender stalk of a stamen is called filament. The tissue that connect the 2 anther lobes are called connective. കേസരത്തിൻ്റെ നീളമുള്ള തന്തുവിനെ ഫിലമെന്റ് എന്ന് വിളിക്കുന്നു. 2 ലോബുകളുള്ള പരാഗിയെ തമ്മിൽ യോജിപ്പിക്കുന്ന കലയാണ് കണക്റ്റീവ്. ദ ടെർമിനൽ ലോബ്ഡ് പാർട്ട് ഓഫ് ദ സ്റ്റേമൻ ഈസ് കാൾഡ് ആന്തർ. ആന്തർ ഈസ് യൂഷ്വലി ബൈലോബ്ഡ്. ഈച്ച് ലോബ് ഹാവ് 2 sacs കാൾഡ് തീക്ക. സോ സച്ച് ആന്തേഴ്സ് ആർ കാൾഡ് ഡൈതീക്കസ് ആന്തർ. സാധാരണയായി കേസരത്തിൻ്റെ അഗ്രഭാഗത്ത് കാണുന്ന 2 ലോബോട് കൂടിയ ഭാഗമാണ് പരാഗി. ഓരോ ലോബിലും 2 അറകൾ വീതം കാണപ്പെടുന്നതിനാൽ ഇത്തരം പരാഗികളെ ഡൈതീക്കസ് ആന്തറുകൾ എന്ന് വിളിക്കുന്നു. ചിത്രം നിരീക്ഷിച്ച് കേസരത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ഘടനാപരമായ സവിശേഷതകളും മനസ്സിലാക്കുക. The number, length and nature of anther of stamens are variable in flowers of a different plant. In this part, we are dealing with 2 types of anther in angiospermic flower. പൂക്കളിൽ കേസരങ്ങൾ അവയുടെ എണ്ണം, നീളം, പരാഗിയുടെ പ്രത്യേകതകൾ എന്നിവയിൽ വ്യത്യസ്തമായിരിക്കും. സപുഷ്പികളിൽ കാണപ്പെടുന്ന 2 തരം പരാഗികളെക്കുറിച്ച് പ്രതിപാദിക്കാം. ഡൈതീക്കസ് ആന്തർ ആൻഡ് മോണോതീക്കസ് ആന്തർ. Dithecous anther is typical in almost all angiosperms. In dithecous anther, anther is 2-lobed and each lobe have 2 theca or microsporangium. സപുഷ്പികളിൽ സാധാരണയായി 2 ലോബുള്ള പരാഗികളാണ് കാണുന്നത്. ഓരോ ലോബിലും 2 അറകൾ അഥവാ മൈക്രോസ്പൊറാഞ്ചിയം കാണപ്പെടുന്നു.
ഇത്തരം പരാഗികളെ ഡൈത്തീക്കസ് എന്ന് അറിയപ്പെടുന്നു. മോണോത്തീക്കസ് ആന്തർ. Anther in hibiscus is an example for monothecous anther. In this type, anther have single lobe and it contain only one theca or microsporangia. നിങ്ങളുടെ ചുറ്റുപാടിൽ കാണുന്ന ചെമ്പരത്തി, വെണ്ട തുടങ്ങിയ സസ്യങ്ങളിൽ കാണപ്പെടുന്ന പരാഗിയാണ് മോണോത്തീക്കസ് ആന്തർ. ഇത്തരം സസ്യങ്ങളുടെ കേസരത്തിൽ ഒരു അറ അഥവാ മൈക്രോസ്പൊറാഞ്ചിയം ഉള്ള ഒറ്റ ലോബുള്ള പരാഗിയാണ് കാണപ്പെടുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഡൈത്തീക്കസ്, മോണോത്തീക്കസ് ആന്തറുകൾ നിരീക്ഷിക്കുക. ഒബ്സർവ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേമൻസ് ഇൻ ഡിഫറൻറ്റ് ഫ്ലവറിംഗ് പ്ലാന്റ് ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സസ്യങ്ങളുടെ സ്റ്റേമനുകൾ നിരീക്ഷിക്കുക. നെക്സ്റ്റ് പാർട്ട് മൈക്രോസ്പൊറാഞ്ചിയം. Bilobed nature of anther is clear in transverse section of the anther. The anther is a four-sided structure enclosing of four microsporangia. Microsporangia produce microspores. പരാഗിയുടെ കുറുകെയുള്ള ഛേദം നിരീക്ഷിച്ചാൽ അവയ്ക്ക് രണ്ട് ലോബുകളുള്ളത് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ചിത്രം നിരീക്ഷിക്കുക. പരാഗിയുടെ 4 വശങ്ങളിലായി കാണുന്ന അറകളാണ് മൈക്രോസ്പൊറാഞ്ചിയ. മൈക്രോസ്പൊറാഞ്ചിയ മൈക്രോസ്പോറുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇൻ എ മെച്വർ ആന്തർ, മൈക്രോസ്പൊറാഞ്ചിയ ഡെവലപ്പ് ഇൻറ്റു പോളൻ സാക്ക് ആൻഡ് ആർ ഫിൽഡ് വിത്ത് പോളൻ ഗ്രെയിൻ. പൂർണ്ണ വളർച്ചയായ പരാഗിയിൽ മൈക്രോസ്പൊറാഞ്ചിയ വികാസം പ്രാപിച്ച് പരാഗരേണുക്കളെ വഹിക്കുന്ന പരാഗരേണു സഞ്ചികളായി മാറുന്നു. ചിത്രത്തിൽ ആന്തറിൻ്റെ കുറുകെയുള്ള ഛേദം നിരീക്ഷിച്ച് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ഥാനവും അവയുടെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളും മനസ്സിലാക്കുക. The detailed structure of microsporangia. Each microsporangia have 2 parts in its young stage. They are 4-layered wall layer and sporogenous tissue. The wall layer include outermost epidermis, endothecium, middle layer and the innermost tapetum. ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ നടുക്ക് സ്പോറോജീനസ് കലകളും പുറമെ 4 പാളി ഭിത്തികളുമുണ്ട്. എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ, ടപ്പീറ്റം എന്നിവയാണ് പുറമേ നിന്നും അകത്തേക്ക് കാണപ്പെടുന്ന 4 പാളി ഭിത്തികൾ. ചിത്രം നിരീക്ഷിക്കുക. ഇനി നമുക്ക് ആന്തറിൻ്റെ 4 പാളി ഭിത്തികളുടെ സവിശേഷതയും അവയുടെ ധർമ്മവും മനസ്സിലാക്കാം. As described earlier, the wall layer include epidermis, endothecium, middle layer and tapetum from outer to inner side. Outer 3 wall layer, namely epidermis, endothecium and middle layer, protect the anther and also help in dehiscence of anther to release the pollen grain. പുറമേ കാണപ്പെടുന്ന ഭിത്തികളായ എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ എന്നിവ പരാഗിയെ സംരക്ഷിക്കുന്നതിനും പരാഗി പൊട്ടി പരാഗരേണുക്കളെ സ്വതന്ത്രമാക്കുന്നതിനും സഹായിക്കുന്നു. The innermost wall layer called tapetum help to nourish the developing pollen grain. ഏറ്റവും ഉള്ളിലുള്ള പാളിയായ ടപ്പീറ്റം വളരുന്ന പരാഗരേണുക്കൾക്ക് ആവശ്യമായ പോഷണം നൽകുന്നു. The tapetal cells are specialized, having dense cytoplasm and generally have more than one nucleus. നിറയെ കോശദ്രവ്യവും ഒന്നിൽ കൂടുതൽ മർമ്മവും ഉള്ളത് ടപ്പീറ്റൽ കോശങ്ങളെ വ്യത്യസ്തമാക്കുന്നു. ചിത്രം നിരീക്ഷിച്ച് വാൾ ലെയറുകളുടെ സ്ഥാനവും ടപ്പീറ്റൽ കോശങ്ങളുടെ പ്രത്യേകതയും മനസ്സിലാക്കുക. നെക്സ്റ്റ് ടോപ്പിക് മൈക്രോസ്പോറോജനസിസ്. The process of formation of microspores from the sporogenous tissue is called microsporogenesis. രേണുജന്യ കലകളിൽ നിന്നും മൈക്രോസ്പോറുകൾ ഉണ്ടാവുന്ന പ്രക്രിയയാണ് മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്നത്. Homogeneous mass of compactly arranged diploid cells at the center of the microsporangium is called sporogenous tissue. ഓരോ മൈക്രോസ്പൊറാഞ്ചിയുടെയും മധ്യഭാഗത്ത് കാണപ്പെടുന്ന 2 സെറ്റ് ക്രോമസോമുകളോട് കൂടിയ സമാന കോശങ്ങളെ സ്പോറോജീനസ് ടിഷ്യൂ എന്ന് വിളിക്കുന്നു.
തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ടിൽ മൈക്രോസ്പോറോജനസിന്റെ വിവിധ ഘട്ടങ്ങൾ തന്നിരിക്കുന്നു. The cells in the sporogenous tissues are converted into pollen mother cell or microspore mother cell. The pollen mother cell undergo meiosis to form microspore tetrad. The microspore separate from the tetrad and develop into pollen grain. മൈക്രോസ്പോറോജനസിൽ സ്പോറോജിനസ് ടിഷ്യൂയിലെ കോശങ്ങൾ മൈക്രോസ്പോർ മദർ സെല്ലുകൾ അഥവാ പോളൻ മദർ സെല്ലുകളായി മാറുന്നു. പോളൻ മദർ സെല്ലുകൾ ഊനഭംഗത്തിലൂടെ മൈക്രോസ്പോർ ടെട്രാഡുകളായി മാറുകയും ചെയ്യുന്നു. മൈക്രോസ്പോർ ടെട്രാഡിലെ ഓരോ കോശങ്ങളും വേർപെട്ട് പരാഗ രേണുക്കളായി മാറുന്നു. Thousands of pollen grains are formed through microsporogenesis and are released with the dehiscence of anther. മൈക്രോസ്പോറോജനസിലൂടെ ഉണ്ടാകുന്ന പരാഗരേണുക്കൾ പരാഗിയുടെ ഭിത്തി പൊട്ടുന്നതിലൂടെ സ്വതന്ത്രമാക്കപ്പെടുന്നു. ചിത്രത്തിൽ പൂർണ്ണ വളർച്ചയെത്തിയ ആന്തർ പൊട്ടി പരാഗരേണുക്കൾ സ്വതന്ത്രമാകുന്നതും കണക്റ്റീവ് ടിഷ്യൂവും കണ്ട് മനസ്സിലാക്കുക. അടുത്തതായി മൈക്രോസ്പോറിൽ നിന്നും പരാഗരേണുക്കൾ ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട്. The microspore from microspore tetrad separate and develop into mature pollen grain. Each microspore develop dense cytoplasm and vacuoles. The haploid nucleus undergo unequal division to form large vegetative cell and small generative cell. ഫ്ലോ ചാർട്ട് നിരീക്ഷിക്കുക. മൈക്രോസ്പോർ ടെട്രാഡിലുള്ള മൈക്രോസ്പോറുകൾ വേർതിരിഞ്ഞ് പരാഗരേണുക്കളായി മാറുന്നത് കാണാം. പരാഗരേണുവായി മാറുമ്പോൾ ഓരോ മൈക്രോസ്പോറിനും നിറയെ കോശദ്രവ്യവും ഫേനങ്ങളും ഉണ്ടാകുന്നു. മൈക്രോസ്പോറിലെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് തുല്യമല്ലാത്ത വിഭജനത്തിലൂടെ ജനറേറ്റീവ് കോശമായും വെജിറ്റേറ്റീവ് കോശമായും മാറുന്നു. In over 60% of angiosperm, mature pollen grains are two-celled, but in remaining species, example cereals, mature pollen grain is three-celled. In three-celled pollen, the generative cell divide mitotically to form two male gametes. 60% സപുഷ്പികളിൽ 2 കോശങ്ങളുള്ള അവസ്ഥയിലാണ് പരാഗരേണുക്കൾ സ്വതന്ത്രമാക്കപ്പെടുന്നത്. മറ്റുള്ള സസ്യങ്ങളിൽ, ഉദാഹരണത്തിന് സീറിയൽസിൽ 3 കോശങ്ങളുള്ള അവസ്ഥയിലാണ് പരാഗരേണുക്കൾ സ്വതന്ത്രമാക്കപ്പെടുന്നത്. ഇത്തരം സസ്യങ്ങളിൽ പരാഗരേണുവിലെ ജനറേറ്റീവ് കോശം വിഭജിച്ച് 2 പുംബീജങ്ങൾ കൂടി ഉൽപ്പാദിപ്പിക്കുന്നു. സ്ട്രക്ചർ ഓഫ് ടിപ്പിക്കൽ two-celled pollen grain. 2 കോശമുള്ള പരാഗരേണുവിൻ്റെ ഘടന. Pollen grains represent the male gametophyte in angiosperms. Pollen grains are generally spherical shaped, measuring 25 to 50 micrometer in diameter. പരാഗരേണുക്കൾ സപുഷ്പികളിൽ ആൺ ഗാമറ്റോഫൈറ്റിനെ പ്രതിനിധീകരിക്കുന്നു. പരാഗരേണുക്കൾ സാധാരണ ഗോളാകൃതിയിലുള്ളതും 25 മുതൽ 50 മൈക്രോമീറ്റർ വരെ വ്യാസമുള്ളതുമാണ്. A typical pollen grain is two-celled with 2 wall layer. Observe the table. The wall layer of pollen include outer exine and inner indine. The cells include generative cell and vegetative cell. പട്ടിക നിരീക്ഷിക്കുക. പരാഗരേണു 2 കോശങ്ങളുള്ള ഇരട്ട ഭിത്തിയുള്ള ഘടനയാണ്. ബാഹ്യ ഭിത്തിയെ എക്സൈൻ എന്നും ആന്തരഭിത്തിയെ ഇൻഡൈൻ എന്നും വിളിക്കുന്നു. ജനറേറ്റീവ് കോശവും വെജിറ്റേറ്റീവ് കോശവുമാണ് പരാഗരേണുവിൽ കാണുന്നത്. നെക്സ്റ്റ്, ദ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ ഓഫ് വാൾ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻസ്. Pollen grains are usually surrounded by 2 wall layers, an outer exine and an inner indine. പരാഗരേണുവിനെ ആവരണം ചെയ്ത് 2 പാളികളുള്ള ഭിത്തിയുണ്ട്. പുറമേ കാണുന്ന എക്സൈനും അകമേ കാണുന്ന ഇൻഡൈനും. ഔട്ടർ ഹാർഡ് എക്സൈൻ ഈസ് മേഡ് അപ്പ് ഓഫ് മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ കാൾഡ് sporopollenin. Sporopollenin can withstand high temperature, strong acid and alkali.
It cannot be degraded by any enzyme in the living world. പരാഗരേണുവിൻ്റെ പുറമേ കാണുന്ന കട്ടിയുള്ള പാളിയാണ് എക്സൈൻ. ജൈവ വസ്തുക്കളിൽ ഏറ്റവും ദൃഢതയേറിയ സ്പോറോപൊളിനിൻ കൊണ്ടാണ് എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനാൽ എക്സൈന് ഉയർന്ന താപത്തെയും ഗാഢത കൂടിയ ആസിഡിനെയും ആൽക്കലിയെയും പ്രതിരോധിക്കാൻ കഴിയും. ജീവലോകത്തെ ഒരു രാസാഗ്നിക്കും സ്പോറോപൊളിനെ വിഘടിപ്പിക്കാൻ കഴിയില്ല. The aperture present on the exine wall of pollen grain are called germ pore. Sporopollen is absent in germ pore and the germ pore help in germination of pollen grain. പരാഗരേണുക്കളുടെ എക്സൈൻ പാളിയിൽ സ്പോറോപൊളിനിൻ കാണപ്പെടാത്ത സൂക്ഷ്മ സുഷിരങ്ങളെ ജേംപോറുകൾ എന്നറിയപ്പെടുന്നു. ജേംപോറുകൾ പരാഗരേണുക്കൾ മുളയ്ക്കുന്നതിന് സഹായിക്കുന്നു. Inner thin wall of the pollen grain is called indine. Indine is made up of cellulose and pectin. സെല്ലുലോസും പെക്റ്റിനും കൊണ്ട് നിർമ്മിതമായ കനം കുറഞ്ഞ അകത്തെ പാളിയാണ് ഇൻഡൈൻ. Pollen grains were found in fossil records due to the presence of resistant sporopollenin that helped to preserve pollen grain for a long period and form fossils. കാഠിന്യമേറിയ സ്പോറോപൊളിനിൻ നിർമ്മിത എക്സൈൻ ഭിത്തിയുള്ളതിനാൽ പരാഗരേണുവിന് ഫോസിലുകളായി നിലനിൽക്കുവാൻ സഹായിക്കുന്നു. അടുത്തതായി സെൽസ് ഓഫ് പോളൻ ഗ്രെയിൻസ്. The cells of pollen grains include generative cell and vegetative cell. ജനറേറ്റീവ് കോശവും വെജിറ്റേറ്റീവ് കോശവുമാണ് പരാഗരേണുവിൽ കാണപ്പെടുന്നത്. The vegetative cell is bigger with abundant food reserve. They have an irregularly shaped nucleus. വെജിറ്റേറ്റീവ് കോശം വലുതും ധാരാളം സമൃദ്ധ ആഹാരം ഉള്ളതും വ്യക്തമായ ആകൃതിയില്ലാത്ത മർമ്മമുള്ളതുമാണ്. Generative cell is spindle shaped with dense cytoplasm. They float in the cytoplasm of vegetative cell and later divide mitotically to produce two male gametes. നിറയെ കോശദ്രവ്യമുള്ള സ്പിൻഡിൽ ആകൃതിയിലുള്ള ജനറേറ്റീവ് കോശം കായിക കോശത്തിൻ്റെ കോശദ്രവ്യത്തിൽ ഒഴുകി നടക്കുന്നു. ജനറേറ്റീവ് കോശം ക്രമഭംഗത്തിലൂടെ രണ്ട് പുംബീജങ്ങളായി രൂപപ്പെടുന്നു. ചിത്രത്തിൽ പരാഗരേണുവിലെ കോശങ്ങളും അവയുടെ പ്രത്യേകതയും കണ്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് പരാഗരേണുക്കളുടെ ദോഷങ്ങളും പ്രയോജനങ്ങളും മനസ്സിലാക്കാം. ഫസ്റ്റ്, പോളൻ അലർജി. Pollen grains of many species cause severe allergies and bronchial infection. An example of plant that cause pollen allergy is Parthenium or carrot grass. ചില സസ്യങ്ങളുടെ പരാഗരേണുക്കൾ ചില ആളുകളിൽ മാരകമായ അലർജിക്കും ശ്വസനനാളി രോഗങ്ങൾക്കും കാരണമാകുന്നു. പാർത്തീനിയം അഥവാ ക്യാരറ്റ് ഗ്രാസിൻ്റെ പരാഗരേണുക്കൾ ശ്വസനനാളി രോഗങ്ങൾക്ക് കാരണമാകുന്നവയാണ്. ബ്രോങ്കിയൽ ഇൻഫെക്ഷൻ മേ ലീഡ് ടു ക്രോണിക് റെസ്പിറേറ്ററി ഡിസോർഡർ ലൈക്ക് ആസ്മ ആൻഡ് ബ്രോങ്കൈറ്റിസ്. ശ്വസനനാളി രോഗങ്ങൾ മാരകമായ ശ്വസനേന്ദ്രിയ രോഗങ്ങളായ ആസ്മ, ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്ക് കാരണമാകും. നെക്സ്റ്റ്, എക്കണോമിക് യൂസസ് ഓഫ് പോളൻ ഗ്രെയിൻസ്. പരാഗരേണുക്കളുടെ പ്രയോജനങ്ങൾ എന്തൊക്കെ എന്ന് മനസ്സിലാക്കാം. പോളൻ ഗ്രെയിൻസ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്. പോളൻ ടാബ്ലറ്റ്സ് ആർ യൂസ്ഡ് ആസ് ഫുഡ് സപ്ലിമെൻറ്റ്. പരാഗരേണുക്കൾ പോഷക സമൃദ്ധമാണ്. ആയതിനാൽ പരാഗരേണുക്കൾ ഗുളികയുടെ രൂപത്തിൽ അനുബന്ധ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. Pollen consumption help to increase the performance of athletes and race horses. Pollen products in the form of tablets and syrups are available in the markets of Western countries. ഗുളിക രൂപത്തിലും സിറപ്പ് രൂപത്തിലും പരാഗരേണു ഉൽപ്പന്നങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ലഭ്യമാണ്.
പരാഗരേണുക്കളുടെ ഉപഭോഗം കായിക താരങ്ങളുടെയും പന്തയ കുതിരകളുടെയും ശേഷി വർദ്ധിപ്പിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന വിവിധ പരാഗരേണു ഉൽപ്പന്നങ്ങൾ നിരീക്ഷിക്കുക. ഇനി നമുക്ക് പോളൻ വയബിലിറ്റിയും പോളൻ ബാങ്കും എന്താണെന്ന് മനസ്സിലാക്കാം. Pollen viability is the period for which the pollen is able to live or germinate. It depends on temperature and humidity. പരാഗരേണു അവയുടെ വളർച്ച അഥവാ മുകുളനശേഷി നിലനിർത്തുന്ന കാലഘട്ടത്തെ പോളൻ വയബിലിറ്റി എന്ന് പറയുന്നു. അന്തരീക്ഷ താപനിലയും ഈർപ്പവും ഇതിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. Pollen viability is for 30 minutes in cereals, whereas it is last for month in plant belonging to Rosaceae, Leguminosae and Solanaceae. നെല്ല്, ഗോതമ്പ് മുതലായ ധാന്യവിളകളിൽ പോളൻ വയബിലിറ്റി പരാഗയിൽ നിന്ന് സ്വതന്ത്രമായി 30 മിനിറ്റ് വരെ നിലനിൽക്കുമ്പോൾ റോസേസിയെ, ലെഗുമിനോസിയെ, സൊളനേസിയെ സസ്യകുടുംബങ്ങളിലെ സസ്യങ്ങളിൽ മാസങ്ങളോളം നിലനിൽക്കുന്നു. പോളൻ ബാങ്ക് അഥവാ പോളൻ സ്റ്റോറേജ്. The pollen grain can be stored in liquid nitrogen at -196 degrees centigrade for long period. Pollen bank help in plant breeding programs. പരാഗരേണുക്കളെ -196 ഡിഗ്രി സെന്റിഗ്രേഡിൽ ദ്രവ നൈട്രജനിൽ വർഷങ്ങളോളം സൂക്ഷിച്ചു വയ്ക്കുന്നതിനെ പോളൻ ബാങ്ക് എന്ന് പറയുന്നു. പോളൻ ബാങ്കുകൾ സസ്യ പരിപാലനത്തിന് ഉപയോഗിക്കുന്നു. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട പാഠഭാഗത്തിന്റെ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. The transverse section of the anther reveals that its lobes form a four-sided or a tetragonal structure. In the corner of each lobe is the microsporangium, a sac-like structure which is nearly circular in outline. In a young anther, the microsporangium is surrounded by a multi-layered wall consisting of the epidermis, endothecium, middle layers, and the tapetum, the innermost layer, while the center is occupied by sporogenous tissue. The epidermis, endothecium, and middle layers protect the microsporangium as well as aid in dehiscence, which is the splitting of the anther walls that causes the release of pollen grains. While the tapetum, whose binucleate cells possess dense cytoplasm, nourishes the developing pollen grains, the sporogenous tissue, on the other hand, consists of a group of compactly arranged homogeneous diploid cells called microspore mother cells or pollen mother cells. These microspore mother cells divide meiotically to form haploid microspores which arrange themselves in a tetrad. The process of formation of microspores meiotically from a microspore mother cell is called microsporogenesis. As the anther begins to mature, both the microsporangium and microspores undergo changes. While the microsporangium develops into the pollen sacs that extend longitudinally through the length of the anther, the microspores separate from the tetrad and develop into pollen grains. Thus, the anther contains thousands of pollen grains which undergo mitosis to form two unequal cells. The larger cell, known as the vegetative cell, is characterized by a large irregular-shaped nucleus, vacuoles,
and abundant food reserves. While the smaller cell, known as the generative cell, is distinctly spindle-shaped and possesses dense cytoplasm. Moreover, the generative cell floats in the cytoplasm of the vegetative cell. Did you know that the vegetative cell and generative cell represent the two-celled stage of the pollen grain? Later, the generative cell undergoes mitotic division to produce two male gametes. The pollen grain is now said to be at the three-celled stage. After the formation of pollen grains, the endothecial cells lose water, which leads to tension in their cell walls. This tension causes the dehiscence or bursting of the anther along the line of dehiscence and results in the shedding of several thousand pollen grains. Are you aware that in cereals such as jowar, the pollen grains are shed at the three-celled stage, whereas in 60% of angiosperms, which include plants such as hibiscus, the pollen grains are shed at the two-celled stage? Pollen grains, which represent the male gametophyte, come in a wide variety of sizes, shapes, and colors. A typical pollen grain, however, is spherical in shape and has a diameter measuring about 25 to 50 micrometers. It is surrounded by two layers of wall, exine and intine. Exine, the hard outer layer, is made up of sporopollenin, a tough organic material capable of resisting high temperatures and strong acids, alkalis, and all natural enzymes. Hence, pollen can be well preserved as fossils. However, sporopollenin is not present in the germ spore, an aperture present in the exine through which we see the germination of the pollen tube. Intine, on the other hand, is a thin and continuous inner layer of wall composed of cellulose and pectin. On the inner side of the intine is the plasma membrane that surrounds the pollen grain's cytoplasm. When pollen grains land on the stigma, they germinate into a pollen tube that carries the male gametes towards the embryo sac. This ability of the pollen grain to deliver the male gametes to the embryo sac is called pollen viability. However, factors such as temperature and humidity affect pollen viability. In this part, we have discussed the male reproductive part of flowering plant, microsporogenesis, and structure of pollen grain. Next, activities are related to the topic. First question, spindle-shaped cell present inside the male gametophyte is called dash. Second one, the pollen grains represent the male gametophyte. A part, write down two characteristic features of vegetative cell. B part, why pollen grains are found in fossil records. Third question, prepare a table showing the wall layers of anther and their function. Fourth question, pollen grains have harmful effects to human. A part, name any two pollen allergic disease. B part, name the plant which cause pollen allergy.